നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ പ്രചാരണ നടന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ കേട്ടത് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ച്. നിലമ്പൂരിലെ വന്യജീവി ശല്യമോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റു പ്രശ്നങ്ങളോ ആ മണ്ഡലം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മയോ ഒന്നുമല്ല ചർച്ച ചെയ്തത് എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് നിലമ്പൂരിലും ഈ ഇസ്രയേൽ ഇറാൻ പ്രശ്നം ചർച്ച ചെയ്യുന്നത്? ഈ നിലമ്പൂരിൽ കിടന്ന് തങ്ങുന്ന കുറച്ച് രാഷ്ട്രീയക്കാരുണ്ട്. അവരെല്ലാം ഈ കൂപ മണ്ടൂക ബുദ്ധികളാണെന്ന്. മറ്റി കിടക്കുന്ന തവളയുടെ നമ്മൾ സംസാരിക്കേണ്ട ഈ ഇറാൻ ഇസ്രായേൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇവിടെ നയതന്ത്ര വിദഗ്ധരുണ്ട്. അല്ലാതെ പിണറായി വിജയനോ ഡബിൾ എ റഹീമോ ഒന്നുമല്ല. ഡബിൾ എ റഹീമോ അവിടെ പോയിട്ടുണ്ട്. നിലമ്പൂരിൽ ഈ വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. റഹീമിന് എന്തോന്ന് അറിയാം ഇതിനെ? ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി, ഇറാൻ നേരിടുന്ന പ്രതിസന്ധി ഒക്കെയാണ്. ഈ റഹീം എന്നെ എം പി ആയിട്ട് രാജ്യസഭാ എം പി ആയിട്ടാണല്ലോ ഇവിടുന്ന് പോകുന്നത്. അന്ന് പോയപ്പോൾ തിരുവനന്തപുരത്ത് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിന്നെ നരേന്ദ്രമോദിയെ ഞാൻ വിറപ്പിക്കുമെന്ന്. ഒരു അല്പനാണ് കേട്ടോ, ഒരു പൊങ്ങനാണ് യഥാർത്ഥത്തിൽ. എന്താ പറയുന്നതെന്ന് പോലും അറിയത്തില്ല. ഇപ്പം അവിടെ കിടന്ന നിലമ്പൂരിൽ കിടന്ന ഇസ്രായേലിനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചോളട്ടെ, അതിന് നയതന്ത്ര വിദഗ്ധരും മറ്റുള്ളവരും ഒക്കെയുണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും അവിടുത്തെ കാര്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാടറിയിക്കാനും. ഇവിടെ വിദേശകാര്യ മന്ത്രിയുണ്ട്, വിദേശകാര്യ വക്താവുണ്ട്, ഒക്കെയുണ്ട്. വലിയ സംവിധാനം തന്നെയുണ്ട്. അതിനിടയ്ക്ക് ഇവർ കയറി എന്തിനാ ഈ അതും ഈ നിലമ്പൂരും ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായിട്ട് എന്ത് ബന്ധമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിലമ്പൂരുള്ള ആരെങ്കിലും ഇറാനിലോ ഇസ്രായേലിലോ ജോലി ചെയ്യുന്നുണ്ടോ? എത്ര പേർ ജോലി ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ടാകാം, അത് വളരെ നാമമാത്രമായി. കേരളത്തിൽ ഏതാണ്ട് 40,000-40,000 പേര് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ അവിടെയും ഇസ്രായേലിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണച്ചോ ഒന്നും അല്ല ഇവർ സംസാരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത് സാർ, ഈ നിലമ്പൂരിലെ ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗശല്യമാണ്. കാടിറങ്ങി നാട്ടിലേക്ക് വരുന്ന വന്യജീവികൾ, നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ആൾക്കാർക്കുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ, എത്ര മരണങ്ങൾ നടന്നു. ഈ വന്യമൃഗങ്ങൾ ആക്രമിച്ചതുകൊണ്ട് അവയുടെ ആക്രമണത്തിനിരയായി എത്ര മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് കേരളത്തിൽ. പക്ഷേ അതൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് ബോധപൂർവമാണോ? ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അങ്ങോട്ട് അതിൻ്റെ പ്രചാരണം തുടങ്ങിയ ഘട്ടം ഓർക്കുന്നുണ്ടോ? അന്നേരം അവിടുത്തെ ചർച്ചാ വിഷയം വാര്യംകുന്നനായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞില്ലേ, ചരിത്രം ആയിട്ട് അത് നിന്നു. 1921 നിന്ന് 100 കൊല്ലങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അത് ഞാൻ ചോദിച്ചോട്ടെ, ചരിത്രമായിട്ട് അങ്ങനെ നിൽക്കട്ടെ. അതിനെക്കുറിച്ച് പഠിക്കുന്നവരും പഠിക്കാൻ ആഗ്രഹമുള്ളവരും അതൊക്കെ കണ്ടെത്തിക്കൊള്ളട്ടെ. ഇപ്പോഴുള്ളവർക്ക് ആ വാര്യംകുന്നൻ്റെ കഥയോ ഇസ്രയേൽ ഇറാൻ പ്രശ്നമോ അല്ല വേണ്ടത്. അവിടുത്തെ ജനങ്ങൾ പലതരത്തിലുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ക്ഷേമപെൻഷൻ കിട്ടിയോ ഇല്ലയോ, അല്ലെന്നുണ്ടെങ്കിൽ വന്യമൃഗശല്യം, അവിടുത്തെ റോഡ് വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, കുടിവെള്ളം, ഇതെല്ലാമാണ് ചർച്ച ചെയ്യാനുള്ളത്. ഇവർ 9 വർഷം കേരളം ഭരിച്ചു, എന്തെങ്കിലും നേട്ടം അവിടെ ഉണ്ടായോ? അൻവർ തന്നെ ഇത്രയും കാലം ഇരുന്നു. അൻവർ MLA എന്നുള്ള രീതിയിൽ മണ്ഡലത്തിൽ വിജയിച്ചോ? അതൊക്കെ നോക്കണം. ഒരു ഡെവലപ്മെന്റ് പൊളിറ്റിക്സ്. ഈ പുതിയ കാലത്തിലെ കുട്ടികളൊന്നും ഇവർ പറയുന്ന ഈ വരട്ട് സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും ഈ പുതിയ കുട്ടികൾ കേൾക്കത്തില്ല. പുതിയ കുട്ടികളെന്ന് പറഞ്ഞാൽ പുതു വോട്ടർമാരെ. ഈ പഴയ കാലത്തെ രാഷ്ട്രീയക്കാരന്മാരുടെ ഒരു രീതിയുണ്ട്. രാവിലെ ഒരു മറ്റേ പൊടിഞ്ഞ കതറും ഒക്കെ എടുത്തിട്ട് പോക്കറ്റിലൊരു 100 നോട്ട് വിട്ട് ഒരു ഡയറി എടുത്ത് കക്ഷത്തിൽ വെച്ചോണ്ടൊരു പോക്കുണ്ട്. ആ കാലം പോയി. ഇപ്പം ഞാൻ ചോദിച്ചിട്ട് ഇപ്പം ഷാഫി പറമ്പിൽ ഒക്കെ പുതിയ ജനറേഷൻ്റെ രാഷ്ട്രീയക്കാരാണ്. ഇത് രണ്ടിടത്തുമുണ്ട്. ഇപ്പുറത്ത് വരുമ്പോൾ ഡബിൾ എ റഹീമിനെ കൂട്ടരുത് കേട്ടോ, അത് വേറെ ഇതാണ്. പിന്നെ ഇപ്പം നമ്മുടെ കുഴൽനാടനെ പോലുള്ളവരെ, അവരൊക്കെ പുതിയ കാലത്തിന് പറ്റിയവരാണ്.
ഇത് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഇവരിപ്പോഴും ഇനി അടുത്ത ഉപതെരഞ്ഞെടുപ്പോ തെരഞ്ഞെടുപ്പോ ഒക്കെ വരുമ്പോഴും ഭാര്യയും കുന്നനും കുഞ്ഞാലി മരയ്ക്കാറും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ഇതിനകത്ത് കുഴപ്പം. ഞാൻ നോക്കണേ, ഇവിടെ കുറെ എഴുത്തുകാരന്മാരെല്ലാം കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. എഴുത്തുകാരന്മാരെന്ന് ഞാൻ വളരെ പുച്ഛത്തിലൂടെ പറയത്തുള്ളൂ. കാരണം എച്ചിൽ കഷ്ണങ്ങൾ എവിടെ കിട്ടുന്നുണ്ടോ അങ്ങോട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നവരാണ്. ഇതിൽ തെരുവ് നായ്ക്കൾക്ക് പോലും എത്രയോ പിന്നെ അന്തസ്സും മര്യാദയുണ്ടെന്നറിയാമോ? എച്ചിലെല്ലാം നക്കുന്ന നായ്ക്കളുണ്ടല്ലോ, അവർക്ക് പോലും അതിൻ്റെതായ അന്തസ്സുണ്ട്. അതിലും ഗതികെട്ടാണ് ഇവിടുത്തെ കേരളത്തിലെ എഴുത്തുകാർ. അവിടെ പോയിരിക്കുകയാണ് സാഹിത്യകാരൻ. തിരുവനന്തപുരത്തു നിന്നൊക്കെ ഉള്ളവരെ സ്വരാജിന് വോട്ട് പിടിക്കാൻ. എന്നിട്ട് ഇവിടെ 120 ദിവസമായി ആശാ വർക്കർമാർ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുകയാണ്. സ്ത്രീകളാണ്. അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ അവർക്കില്ല, അതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എന്തെല്ലാം പൊതുപ്രശ്നങ്ങളുണ്ട്. ഈ എഴുത്തുകാർക്കല്ല എന്താ വേണ്ടത്? അവർക്ക് വേണ്ടത് അവരുടെ കീശ നിറയ്ക്കുക, വയറ് നിറയ്ക്കുക, അവർക്ക് സ്ഥാനമാനങ്ങൾ. ഈ എണ്ണി കുറയുന്ന ഇതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും എന്ന് പൂന്താനം എഴുതിയത് ഈ പൊങ്ങന്മാരെ എല്ലാം കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആർത്തി അടങ്ങത്തില്ലെന്ന്. ഇനി അടുത്ത സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആകണം, സംഗീത നാടക അക്കാദമി കയറണം, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആകണം, സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ ആകണം എന്നൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഇവരൊക്കെ തന്നെയാണ് ഈ രാഷ്ട്രീയക്കാരെയും ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അവിടെ ചെന്നിട്ട് പിണറായി വിജയൻ അവിടെ ചെന്ന് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ഇസ്രയേൽ തെമ്മാടി രാഷ്ട്രമാണ്. പഹൽഗാമിലെ പ്രശ്നമുണ്ടായപ്പോൾ ഇത്രയും വീറോടുകൂടിയൊന്നും സംസാരിച്ചില്ലല്ലോ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് വിജയത്തെ തുടർന്ന് നമ്മുടെ രാജ്യം അത് വേണ്ട രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു. തിരുവനന്തപുരത്ത് നമ്മുടെ സംസ്ഥാന ഗവർണർ രാജഭവനിൽ ഒരു പ്രഭാഷണം തന്നെ ഒരുക്കി, ഗുരുമൂർത്തി അല്ലേ? അതെ. ഈ രാഷ്ട്രീയക്കാരെന്താ അവിടെ ചെല്ലാത്ത? എന്താ ആ പ്രഭാഷണം കേൾക്കാൻ? ഇത്ര വലിയ രാജ്യസ്നേഹമൊക്കെ കാണിക്കുന്നവർ ഇവിടെ ഗവർണർ ആരെയും തടഞ്ഞു നിർത്തിയിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയും വരുന്നെന്ന് പറഞ്ഞാൽ അല്ലേ? അതെ. അപ്പം ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് പാവം പിടിച്ച അവിടുത്തെ സാധാരണക്കാരനെ കൂലിപ്പണിക്ക് പോയി അന്നന്നത്തെ കാര്യങ്ങൾ നോക്കുന്ന മനുഷ്യൻ, അവൻ ഇസ്രയേലോ ഇറാൻ്റെയോ അവിടുത്തെ വലിയ നയതന്ത്ര കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. ഇവിടെ രണ്ട് വശത്തും മരിച്ചു വീഴുന്നവരുടെയും നാശനഷ്ടത്തിനെയും ഓർത്ത് സാധാരണക്കാരൻ ദുഃഖിക്കും. അയ്യോ എന്നവൻ പറഞ്ഞു പോകും. അവൻ വലിയ നയതന്ത്ര കാര്യങ്ങളിലൊന്നും അവൻ അറിയത്തില്ല. അപ്പോൾ അവൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ചരിത്രം അന്വേഷിച്ചു പോകും. ഇതിനെക്കുറിച്ചൊക്കെ നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ചും ഇസ്രായേൽ എടുത്ത കാര്യത്തെക്കുറിച്ചും ഇറാൻ്റെ നിലപാടിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഈ വിദേശകാര്യ വിദഗ്ധനുണ്ട്. TP ശ്രീനിവാസനെ പോലുള്ളവരും അങ്ങനെയുള്ള വിദേശകാര്യ വിദഗ്ധരൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്ന അഭിപ്രായമെങ്കിലും ഈ നമ്മുടെ ഈ CPM-കാരൊക്കെ കേൾക്കുന്നത് നല്ലതായിരിക്കും. MA ബേബി ഉണ്ടല്ലോ, ഇസ്രായേലിൻ്റെ നേരെ നെതന്യാഹുവിനെ നാളിൽ അദ്ദേഹം ഭീഷണിപ്പെടുത്തി. നരേന്ദ്രമോദിയെ ട്രംപിനെയാണ് ഒന്ന് ആലോചിച്ച് നോക്ക്, കിണറ്റിക്കിടന്ന് മേടിച്ചു. അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുമെന്ന് പറഞ്ഞ ഇതാ.